പ്രധാനമന്ത്രി നേരത്തെ സന്ദർശനമൊക്കെ നടത്തിയിരുന്നല്ലോ. അപ്പം ഒരു മെമ്മോറാണ്ടം വിശദമായിട്ട് നൽകാൻ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ സർക്കാർ കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ സഹായത്തിൻ്റെ കാര്യത്തിൽ എന്താ ഇനിയിപ്പോൾ ഒരു തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചില്ല? അല്ല, അതിനെന്തെങ്കിലും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ആർക്കും തന്നെ കാണാൻ കഴിയുന്നില്ല. വയനാട്ടിലെ പുനരധിവാസം അമ്പെ പാളിയിരിക്കുകയാണ്. തികഞ്ഞ നിരുത്തരവാദപരമായ സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതി സ്ഥലം വിട്ടിരിക്കുകയാണ്. പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ. ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ പോലും ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രിമാരെല്ലാവരും ആദ്യഘട്ടങ്ങളിൽ കാണിച്ച താൽപ്പര്യവും ശുഷ്കാന്തിയും പിന്നീട് കാണിക്കാതെ സ്ഥലം വിടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ശ്രീ OR കേളു മാത്രമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മന്ത്രിമാർ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ദിവസവും രാവിലെ പോയതുകൊണ്ട് കാര്യമില്ല. മന്ത്രിസഭാ ഉപസമിതി പുനരധിവാസത്തിൻ്റെ കാര്യത്തിലാണ് ശരിയായ നടപടികൾ സ്വീകരിക്കേണ്ടത്. പ്രധാനമന്ത്രി വന്നു പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്രത്തെ സമീപിക്കണം എന്ന് പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ്. ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു ഗൃഹപാഠം നടത്തിയുള്ള ഒരു റിപ്പോർട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. ആദ്യം പറഞ്ഞ താൽക്കാലിക നിവേദനം മാത്രമാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത്. പുത്തുമല പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോഴും ആളുകൾ കിട്ടിയിട്ടില്ല. വീടില്ലാത്ത നിരവധി ആളുകൾ ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നവർ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. അവർ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് താല്പര്യം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ പുത്തുമലയിലെ ദുരിതബാധിതരുടെ വിക്ടിംസിൻ്റെ എണ്ണം ഇവിടെ വന്ന് ഓഫീസിൽ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. അതേ തനിയാവർത്തനം തന്നെയാണ് ചൂരൽമലയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള അലംഭാവം വീഴ്ച സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവരുത്. എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും പ്രധാനമന്ത്രി തന്നെ കൈയച്ച് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന് ഈ ഒരു അനങ്ങാപ്പാറ നയം? ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഏത് ലെവലിലാണ് പരിഗണിക്കേണ്ടതെന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് വല്ല അഭിപ്രായമുണ്ടോ? ഇത് L1 L2 ആണോ L3 ആണോ? എത്ര വീടുകൾ തകർന്നു? നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് എന്താണ്? പുനരധിവാസത്തിൻ്റെ കാര്യത്തിലുള്ള എസ്റ്റിമേറ്റ് എന്താണ്? ഇതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വ്യക്തതയും സർക്കാരിനില്ല. മന്ത്രിസഭാ ഉപസമിതി ഒരു തികഞ്ഞ പരാജയമായിരുന്നു. ഫോട്ടോഷൂട്ടിൽ മാത്രമാണ് അവർ താല്പര്യം കാണിച്ചത്. തുടർന്നുള്ള കാര്യങ്ങളിലൊന്നും അവരുടെ താല്പര്യം കാണാനില്ല. ഇത് ഒരു ജനതയോട് കാണിക്കുന്ന അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ്, പൊറുക്കാനാവാത്ത തെറ്റാണ്. സർക്കാർ നൽകിയിട്ടുള്ള ആദ്യഘട്ട വിവരങ്ങൾ അനുസരിച്ച് ഒരു പ്രാഥമിക ഗഡു കേന്ദ്രത്തിന് നൽകാവുന്നതല്ലേ ഉള്ളൂ. സർക്കാരിൻ്റെ പണം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് സാർ. നിങ്ങൾ ആ കാര്യങ്ങൾ പരിശോധിക്കുന്നേ ഇല്ല. പുനരധിവാസത്തിൻ്റെ കാര്യത്തിലോ ദുരന്ത പ്രതിരോധത്തിൻ്റെ കാര്യത്തിലോ കേന്ദ്ര ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ദുരന്തം പ്രതിരോധിക്കാനുള്ള 600 കോടി രൂപയുടെ തുക ഇപ്പോഴും സർക്കാരിൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലായി കേരളത്തിന് ലഭിച്ച പണം ചെലവഴിച്ചിട്ടില്ല. പിന്നെ താൽക്കാലിക മെമ്മോറാണ്ടം മതിയാവില്ല എന്ന് വ്യക്തമായി പ്രധാനമന്ത്രി പറഞ്ഞതാണ്. താൽക്കാലിക മെമ്മോറാണ്ടം കൊടുക്കാൻ ആർക്കും സാധിക്കില്ലേ? ഒരു 5000 കോടി ഇങ്ങ് തരൂ, ഒരു 3000 കോടി ഇങ്ങ് തരൂ, ഒരു 2000 കോടി ഇങ്ങ് തരൂ എന്നുള്ളതാണോ? സർക്കാരിന് അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥകളില്ലേ, സംവിധാനങ്ങളില്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പണം ഒരു തടസ്സമാവില്ല എന്ന് പറഞ്ഞ് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിനും ജില്ലാ ഭരണകൂടത്തിനും ഒരു വ്യക്തതയോടുകൂടി ഒരു മെമ്മോറാണ്ടം നൽകാൻ കഴിയാത്തത്? അതാണ് നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അല്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്
ഇനി അത് എന്തെങ്കിലും സർക്കാരാണ് വ്യക്തമാക്കേണ്ടത്. ഞാൻ അതിലൊരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഒരു വ്യക്തതയില്ലാത്ത സമീപനം, ഒരു അയഞ്ഞ സമീപനം ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പം നിങ്ങൾ സമ്മതിക്കില്ലെങ്കിലും വൈകാതെ ഈ നാട്ടിൽ എല്ലാവർക്കും അത് ബോധ്യമാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതിയെ തന്നെ നേരിട്ട് കണ്ട് എന്താ നിങ്ങളെ പരിപാടി എന്ന് ചോദിച്ചു. വേറെ ഒരു പാർട്ടിയും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ നേരിട്ട് കെ രാജനെയും മുഹമ്മദ് റിയാസിനെയും AK ശശീന്ദ്രനെയും കേളുവിനെയും ജില്ലാ കലക്ടറെയും ഒരുമിച്ച് കണ്ട് എന്താണ് ഈ പുനരധിവാസത്തിൽ നിങ്ങളുടെ പാക്കേജിൻ്റെ സ്വഭാവം, ആര് വീട് വെച്ചു കൊടുക്കും, ഇപ്പോൾ തന്നെ 1000-ലധികം വീടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ള ഓഫർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ റെസ്പോൺസ് എന്താണ് വീട് വെച്ചു കൊടുക്കാനുള്ള മാനദണ്ഡം? സ്ഥലം ആര് കൊടുക്കും? സ്ഥലം വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവർ തന്നെ കൊടുക്കണമോ? സർക്കാരിന് എന്തെങ്കിലും വീടുകളെ സംബന്ധിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ? ഒരു സർവകക്ഷി യോഗം വിളിച്ച് ആ കാര്യം വ്യക്തമാക്കാൻ പോലും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. ഒരു ചെറിയ കാര്യമല്ലല്ലോ. എന്തുകൊണ്ടാണ് സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ച് പുനരധിവാസ പാക്കേജിൻ്റെ സ്വഭാവം ഇതാണ് എന്ന് പറയാൻ തയ്യാറാവത്തത്? ഞാൻ വേണമെങ്കിൽ ബോബി ചെമ്മണ്ണൂറും ഒക്കെ പ്രഖ്യാപിച്ചതുപോലെ ഒരു വീടുകളുടെ എണ്ണം പ്രഖ്യാപിച്ച് പോയിട്ട് കാര്യമുണ്ടോ? ഞാൻ വേറെ ചില പേരുകൾ പറയുന്നില്ല. 200 ഏക്കർ 300 ഏക്കറൊക്കെ തരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതാണോ അതിൻ്റെ ഒരു രീതി? സർക്കാരിന് എന്തെങ്കിലും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണ്ടേ? അതില്ലാതെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു നാഥനില്ല കളരിയാണ്. മാധ്യമങ്ങളുടെ താല്പര്യവും കുറഞ്ഞിരിക്കുന്നു. അതൊരു സത്യമാണ്. സുരേഷ് ഗോപി ഈ സിനിമയിൽ അദ്ദേഹത്തിന് മന്ത്രിയായിരിക്കാൻ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുൻപിൽ ആവശ്യം ഉന്നയിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു സംസ്ഥാന നേതൃത്വ കാര്യത്തിൽ? ഇല്ല, അക്കാര്യം അദ്ദേഹം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ അത് പറഞ്ഞുകൊണ്ട് ഞങ്ങളല്ലല്ലോ അതിന് കാര്യം. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. അത് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവും. അതിനുള്ള മറുപടിയും അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിക്കും. പുത്തുമലക്കാർ വന്ന പുത്തുമല ദുരിതാശ്വാസക്കാർ ഇവരെല്ലാവരും ഞാനൊരു രാഷ്ട്രീയമായുള്ള ആരോപണം ഉന്നയിച്ചതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പുത്തുമലയിൽ വീട് കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളാണ് നേരിട്ട് വന്നിരിക്കുന്നത്. അവർക്ക് വീട് കിട്ടിയിട്ടില്ല. പറയട്ടെ, പുത്തുമലയിൽ തന്നെ താൽക്കാലികമായിട്ട് വാടക വീടെടുത്ത് താമസിക്കാൻ പറഞ്ഞ ആ വീട്ടുകാർക്ക് വാടക കൊടുത്തിട്ടില്ല. മനുഷ്യത്വരഹിതമായ സമീപനമാണ്. വാടക കൊടുക്കാമെന്ന് പറഞ്ഞ് വാടക കൊടുത്തില്ല, വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് വീട് കൊടുത്തില്ല. നിരവധി ആളുകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മുണ്ടക്കൈയിലും ചൂരൽമലയിലും പോയ സമയത്ത് ആ വിക്ടിംസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഗുരുതരമായ വീഴ്ചയാണ് ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ ചൂരൽമലയിലും സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവര് പറയും. 2019 പുത്തുമല ഉരുൾപൊട്ടലില് പെട്ട ആളുകളാണ് ഞങ്ങൾ. ഈ 5 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ വീടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം കളക്ടറേറ്റിലും എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുത്തതാണ്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിൽ 2 വീട് അവിടെ നിലവിലുണ്ട്. ഈ 2 വീടിൻ്റെ പേരും അന്നത്തെ പുനരധിവാസ ലിസ്റ്റിൽ വന്നതാണ്. എന്നിട്ട് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയൂല, അത് വെട്ടിപ്പോയത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയൂല. ഞങ്ങളിന്നും പുത്തുമല തന്നെയാണ് താമസിക്കുന്നത്. ബാക്കി പിന്നെ ഒരു 7 കുടുംബങ്ങൾ സ്ഥലം മാത്രം നഷ്ടപ്പെട്ടതാണ്. ഈ സ്ഥലം മാത്രം നഷ്ടപ്പെട്ടവർക്ക് അന്ന് സർക്കാരിൽ നിന്ന് പിന്നെ ഒന്നും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് അന്നത്തെ കളക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ പരാതിയായിട്ട് നടക്കുക തന്നെയാണ്. ഇന്നും 5 വർഷമായിട്ട് ഇന്നും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. വീട് ഞങ്ങളെ വീട് ഇപ്പം നിലവിൽ അവിടെ ഉണ്ട്. അത് NIT വിദഗ്ധ സംഘം വന്ന് പരിശോധിച്ചിട്ട് അവിടെ വാസയോഗ്യം അല്ല എന്ന് എഴുതി പോയിട്ട് 3 വർഷം കഴിഞ്ഞു. പുത്തുമല തന്നെയാണ് താമസിക്കുന്നത്. അതേ വീട്ടിലാണോ? അതേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. വാസയോഗ്യം അല്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. 2 കുടുംബത്തിനാണ് അവിടെ വീടുള്ളത്. പിന്നെ 7 കുടുംബത്തിനാണ് സ്ഥലം നഷ്ടപ്പെട്ട് അങ്ങനെ അവരവിടെ പാടിയിലാണ് താമസിക്കുന്നത്, എസ്റ്റേറ്റ് പാടിയിൽ. ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നിങ്ങൾ മാറി താമസിച്ചോ? ഉരുൾപൊട്ടൽ നേരിട്ട് കണ്ട് ഞങ്ങൾ പേടിച്ചോടിയ ആളുകളാണ്. അപ്പോൾ അവിടെ താമസിച്ചപ്പോൾ പുതിയ സ്ഥലത്തേക്ക് സർക്കാർ വന്ന് വാടക അങ്ങനെ 2 വർഷം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചു. ആ സമയത്ത് 6 മാസത്തെ വാടക തന്നതാണ്. പിന്നെ ഞങ്ങൾ സ്വന്തം കൊടുത്ത് തന്നെയാണ് 2 വർഷം താമസിച്ചത്. പിന്നെ വാടക കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ പഴയ വീട്ടിൽ തന്നെ പോയി. 9 പ്രളയത്തിലാണ്
അവിടെ ഒരു 6 വീട് മൊത്തമായിട്ട് പോവുകയും ചെയ്തു. ബാക്കിയുള്ള ഒരു 4 വീട് ഭാഗികമായി പോയി. അതിലെനിക്ക് 4 ലക്ഷം രൂപ പാസ്സായി വീടിന് വേണ്ടിയിട്ട്. അത് അക്കൗണ്ട് മാറി വേറൊരു തങ്കമ്മയെന്ന് പറഞ്ഞ് അവരുടെ കയറിപ്പോയി. എനിക്ക് ഇതുവരെ ആ പൈസ കിട്ടിയിട്ടില്ല. 5 വർഷമായി. അപ്പോൾ എനിക്ക് വീട് പോലും ഒരു ഷെഡുണ്ടായിരുന്നു, അതും ഈ മഴയത്ത് പോയി. ഒന്നുമില്ലാത്തൊരവസ്ഥയല്ല. കയറി ഇറങ്ങാത്ത സ്ഥലമല്ല, ഒരു ചെറിയ ടെക്നിക്കൽ ഇറങ്ങാണ്. എത്ര രൂപയായിരുന്നു? സമിതിയിലേക്ക് കൊടുത്തപ്പോഴാണ് അറിയുന്നത് പാസ്ബുക്ക് തമ്മിൽ മാറിയെന്ന്. ഇതുവരെ ഈ പരാതി കൊടുത്തിരുന്നു അധികൃതർക്ക്? ആർക്കാ പരാതി കൊടുത്തത്? മുഖ്യമന്ത്രിക്ക് കൊടുത്ത്, കളക്ടർക്ക് കൊടുത്ത്, എംഎൽഎക്ക് കൊടുത്തു, പിന്നെ താലൂക്കിൽ കൊടുത്തു, പഞ്ചായത്തിൽ എല്ലായിടത്തും ഞാൻ അപേക്ഷ കൊടുത്തു, പരാതി കൊടുത്തു. എൻ്റെ പൈസ ഇങ്ങനെ മാറി. മറുപടി എന്താ കിട്ടി മുഖ്യമന്ത്രി? ഒരു മറുപടിയും കിട്ടില്ല. നിങ്ങളുടെ പരാതി കിട്ടിയെന്നും പറഞ്ഞുള്ള ഒരു ഇമെയിൽ കിട്ടി, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. 19 അതെ. ഇതുവരെ എനിക്കൊരു വീടും ഇല്ല. എൻ്റെ ഒരു മോക്കാണ് സുഖമില്ലാതെ. ചീയമ്പം. അതെ. TV മനോരമ ന്യൂസിൽ കൊടുത്തു, പേപ്പറിൽ കൊടുത്തു, എല്ലാം ചെയ്തതാണ്. മറ്റേ MLA പരാതികൾ കേട്ട് കളക്ടർക്ക് MLA വിളിച്ച് ഇവരുടെ കാര്യം പരിഗണിക്കണം, അവർക്കൊന്നും ഇല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു തീരുമാനം വന്നില്ല.